രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഹൊറർ ത്രില്ലർ മൂവിയാണ് DS ഇറേ. ക്രോധത്തിൻ്റെ ദിനം അഥവാ ദൈവം നീതി വിധിക്കുന്ന ദിവസം, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരു ഇന്ത്യൻ അമേരിക്കൻ ആർക്കിടെക്റ്റും ശങ്കർ അസോസിയേറ്റ് എന്ന പ്രമുഖ സ്ഥാപനത്തിൻ്റെ ഉടമയായ ശങ്കറിൻ്റെ മകനുമായ രോഹൻ ശങ്കറിൻ്റെ കഥയാണിത്. ആരോടും കൂടുതൽ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ലാതെ പ്ലേ ബോയ് പോലെ നടക്കുന്ന ഒരു പയ്യൻ അമേരിക്കയിൽ നിന്നും കേരളത്തിലേക്ക് വന്ന് കൂട്ടുകാരുടെ കൂടെ ആഘോഷിച്ച് നടക്കുമ്പോഴാണ് അവൻ ആ ന്യൂസ് അറിയുന്നത്. അവൻ്റെ മുൻ കാമുകിയും ക്ലാസ്മേറ്റുമായിരുന്ന കനി എന്ന പെൺകുട്ടി കിണറ്റിൽ വീണ് മരിച്ചിരിക്കുന്നു. ആത്മഹത്യയാണെന്നാണ് എല്ലാവരും പറയുന്നത്. കനി ഒരു നല്ല ഡാൻസറായിരുന്നു. റോഹൻ അവൻ്റെ ഫോൺ ചെക്ക് ചെയ്യുകയാണ്. അവൾ ഒരുപാട് മെസ്സേജ് അവൻ അയച്ചിട്ടുണ്ട്, കോൾ ചെയ്യാനായി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ റോഹൻ ഒന്നിനും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ ഉണ്ടായിട്ടുണ്ടെന്ന് റോഹൻ നോക്കുന്ന ഫോട്ടോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അവൻ കനിയോട് ഫ്ലേർട്ട് ചെയ്തതാവാനാണ് ചാൻസ്. അവരുടെ മറ്റൊരു ക്ലാസ്മേറ്റിൻ്റെ നിർബന്ധപ്രകാരം റോഹൻ വലിയ താല്പര്യമൊന്നുമില്ലാതെ കനിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോഴേക്കും മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞിരുന്നു. അച്ഛനും അമ്മയൊക്കെ വല്ലാത്ത അവസ്ഥയിലാണ്. അവിടെ വെച്ച് അവർ ആദ്യം പരിചയപ്പെടുന്നത് കനിയുടെ അയൽവാസിയും ഒരു കോൺട്രാക്ടറുമായിരുന്ന മധുസൂദനൻ പോറ്റിയാണ്. അയാൾ റോഹൻ്റെ അച്ഛൻ്റെ ഒരു പരിചയക്കാരൻ കൂടിയായിരുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം റോഹൻ വീടിനുള്ളിലേക്ക് കയറി. കനിയുടെ മുറിയിലേക്ക് പോയി അവൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്ലിപ്പ് കയ്യിലേക്ക് എടുത്ത് അവിടെ ഉണ്ടായിരുന്ന കനിയുടെ ഫോട്ടോസിലേക്കൊക്കെ നോക്കി. ശേഷം കനിയുടെ അനിയൻ്റെ അടുത്തേക്ക് പോയി. കനി നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നമ്മൾ അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. അവൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ഫുട്ബോൾ തട്ടിക്കൊണ്ട് യാതൊരു ബന്ധവും ഇല്ലാതെ എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു. തീരെ ഉറങ്ങാൻ വയ്യ. റൂമിലെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ആ കിണറാണ്. ആദ്യം കണ്ടത് ഞാനായിരുന്നു. തുണിയാണെന്നാണ് കരുതിയത്. എന്നാൽ പിന്നീടാണ് മനസ്സിലായത്. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മൊത്തം ഓർമ്മ അവളുടെ ആ മുഖമാണ്. കിണറിൽ നിന്നെടുത്ത അവളുടെ ആ മുഖം. ഇതൊക്കെ കേട്ട് വളരെ അപ്സെറ്റായാണ് റോഹൻ വീട്ടിലേക്ക് എത്തുന്നത്. അവൻ്റെ ഫാമിലി ഫുൾ USA വീട്ടിൽ സെക്യൂരിറ്റിയും കുറച്ച് ജോലിക്കാരും മാത്രമേ ഉള്ളൂ. റോഹൻ മുകളിലേക്ക് കയറി കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കാനായി റൂമിലേക്ക് പോയി. കനിയുടെ വീട്ടിൽ നിന്ന് എടുത്ത ക്ലിപ്പ് വലിപ്പിലേക്ക് വെച്ച് ഉറങ്ങാനായി കിടന്നു. എന്നാൽ അതേ നേരം അവന് ചുറ്റും എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉണ്ടാവാനായി തുടങ്ങി. ജനാലയിലെ കർട്ടനിലൂടെ ആരോ നടക്കുന്ന നിഴല് പോലെ അവന് കാണാമായിരുന്നു. പേടിച്ചുപോയ റോഹൻ ഉടനെ തന്നെ കർട്ടൻ മാറ്റി നോക്കിയെങ്കിലും ഒന്നും കാണാനില്ല. എന്നാൽ അതേ നേരത്താണ് അടച്ചിരുന്ന റൂമിൻ്റെ ഡോർ ആരോ തുറക്കുന്നതായി കാണുന്നത്. കൂടാതെ ആരോ കാലിൽ ചിലങ്ക ധരിച്ച് നടക്കുന്ന ശബ്ദവും കേൾക്കാമായിരുന്നു. റോഹൻ റൂമിന് പുറത്തേക്ക് പോയി നോക്കിയെങ്കിലും ആരെയും കാണാനില്ല. അതുകൊണ്ട് തന്നെ അന്ന് കാര്യമാക്കാതെ കിടന്നുറങ്ങി. ശേഷം കാണിക്കുന്നത് നമ്മുടെ പോറ്റിയാണ്. അയാൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ മരണപ്പെട്ടിരുന്നു. ആള് അമ്പലത്തിലൊക്കെ പൂജാരിയായിരുന്നു. പക്ഷെ അച്ഛൻ്റെ ആ ജോലിയോടൊന്നും പോറ്റിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ കുട്ടിയുടെ കാര്യം നിനക്ക് തോന്നിയപ്പോഴേ പറയാമായിരുന്നില്ലേ? എന്നാൽ ചിലപ്പോൾ ആ കുട്ടി രക്ഷപ്പെട്ടേനെ എന്ന് അമ്മ പോറ്റിയോട് പറയുകയാണ്. കനിയുടെ കാര്യമാണ് അമ്മ പറയുന്നത്. ആ തോന്നലൊക്കെ ഇപ്പോൾ സത്യമായില്ലേ? ഇതൊന്നും എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല, അച്ഛൻ്റെ അനുഗ്രഹമാണ്. എന്നാൽ അതൊന്നും പോറ്റി കാര്യമാക്കിയില്ല. കാരണം അച്ഛൻ്റെ ഈ പൂജാവിധി കർമ്മങ്ങളോടൊന്നും അയാൾക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. റോഹൻ ഇതേ നേരം അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അവൻ്റെ കൂട്ടുകാരൻ കനിയുടെ കാര്യം തന്നെ സംസാരിക്കുമ്പോഴും റോഹൻ അത് വളരെ സില്ലിയായി എടുത്ത് അത് കഴിഞ്ഞ കാര്യമല്ലേ, അത് വിടുമെന്നും പറഞ്ഞ് അവൻ വീണ്ടും ചില്ല് ചെയ്യാനായി തുടങ്ങി. എന്നാൽ അന്നും വീട്ടിലേക്കെത്തിയ റോഹന് ചുറ്റും അസാധാരണമായ പല സംഭവങ്ങളും നടക്കാനായി തുടങ്ങി. അവൻ്റെ തൊട്ടടുത്തായി ബെഡിൽ ആരോ കിടക്കുന്നതായി അവന് തോന്നുകയാണ്. കൂടാതെ കനിയുടെ വീട്ടിൽ നിന്നെടുത്ത ആ ക്ലിപ്പിൻ്റെ ടിക് ടിക് ശബ്ദവും അവന് കേൾക്കാമായിരുന്നു. അവന് ചുറ്റും ആരോ ഉള്ളതായി അവനിപ്പോൾ ഫീൽ ചെയ്യാനായി തുടങ്ങി. ചെറിയ പേടിയൊക്കെ വന്നു തുടങ്ങി. അവനുടനെ തന്നെ റൂമിൻ്റെ കതകടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും ചിലങ്ക ധരിച്ച് നടക്കുന്ന ശബ്ദം കേൾക്കാനായി തുടങ്ങി. പേടിച്ചുപോയ റോഹൻ ഉടനെ തന്നെ തിരിച്ചു പോകാനായി ടിക്കറ്റ് എടുക്കാനായി നോക്കുകയായിരുന്നു. ആദ്യമൊക്കെ ശബ്ദങ്ങൾ കേൾപ്പിച്ചാണ് അവനെ ഭയപ്പെടുത്തിയതെങ്കിൽ ഇപ്പോൾ എന്തോ ഒരു അദൃശ്യ ശക്തി വന്ന് അവനെ ആക്രമിക്കാനും തുടങ്ങിയിരിക്കുന്നു. റോഹൻ്റെ ടീഷർട്ട് പിടിച്ച് നിലത്തിട്ട് വലിച്ച് അവൻ്റെ കയ്യിൽ ശക്തിയായി കടിച്ചു. വേദന കൊണ്ട് റോഹൻ്റെ ബോധം തന്നെ പോയി. എന്നാൽ അതേ നേരത്തും അവൻ്റെ ഹെയറിൽ ആരോ വന്ന് തലോടുന്നത് പോലെ അവന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് ഉറക്കം ഞെട്ടുന്നത് കനിയുടെ കിണറിൽ കിടക്കുന്ന ബോഡിയും സ്വപ്നം കണ്ടുകൊണ്ടായിരുന്നു. എല്ലാം കൊണ്ടും കലി വന്ന റോഹൻ കനിക്ക് തൻ്റെ ഹെയറിൽ തലോടുന്നത് ഇഷ്ടമാണെന്നുള്ള കാര്യം ഓർമ്മ വന്നതുകൊണ്ട് തന്നെ അവൻ്റെ ഹെയർ മൊത്തം വളരെ ദേഷ്യത്തോടെ കട്ട് ചെയ്ത് കളയുകയാണ്. ശേഷം സഹായത്തിനായി മധുസൂദനൻ പോറ്റിയുടെ അടുത്തേക്ക് പോവുകയാണ്. കനിയുടെ അയൽവാസി ആയതുകൊണ്ടും അച്ഛൻ്റെ പരിചയക്കാരനായതുകൊണ്ടും അയാളുടെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ കനിയുടെ വീട്ടിൽ ഈ കാര്യങ്ങൾ അറിയിക്കുമെന്നും അതിനുള്ളൊരു സൊല്യൂഷൻ കാണുമെന്നും കരുതിയാണ് റോഹൻ അയാളുടെ അടുത്തേക്ക് പോയത്. കോളേജിൽ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് അവളുടെ മെസ്സേജും കോൾസും ഒക്കെ കൂടി വരാനായി തുടങ്ങി. അതെനിക്കൊരു ശല്യമായി തുടങ്ങി.
അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടത്. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ അറിയുന്നത് അവൾ സൂയിസൈഡ് ചെയ്തു എന്നുള്ള കാര്യമാണ്. കനി ഇപ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യാനായി തുടങ്ങി. ഞാൻ അന്ന് ആ വീട്ടിൽ പോയി വന്നതിന് ശേഷം അവൾ എന്നെ ഫോളോ ചെയ്യാണ്. അവൾ നടക്കുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം. എന്നെ അവൾ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് നിങ്ങളുടെ സഹായം വേണമെന്ന് പോറ്റിയോട് റോഹൻ പറഞ്ഞു. എന്നാൽ അതേ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് നിലത്തേക്ക് വീണ് പൊട്ടുകയാണ്. കനിയുടെ പ്രസൻസ് പോറ്റിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ആ വീട്ടുകാരുടെ അവസ്ഥയിൽ ഇതൊന്നും തന്നെ ഓപ്പണായി ഷെയർ ചെയ്യാനുള്ള ധൈര്യം പോറ്റിക്കുണ്ടായിരുന്നില്ല. നമ്മുടെ വിശ്വാസപ്രകാരം ഒരാൾ മരിച്ചാൽ അവരുടെ ആത്മാവ് പ്രിയപ്പെട്ടവരുടെ കൂടെ കുറച്ചുനാൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവും. ഈ 16-ാം നാളിലെ കർമ്മങ്ങൾക്ക് ശേഷം മാത്രമേ ആത്മാവിന് മോക്ഷം കിട്ടൂ. പക്ഷേ ഇതൊരു ദുർമരണമായതുകൊണ്ട് തന്നെ ഈ സമയം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ തൽക്കാലം റോഹൻ കനിയുടെ 16-ാം അടിയന്തര കഴിയാനായി വെയിറ്റ് ചെയ്യുകയാണ്. വീട്ടിലേക്ക് എത്തിയ റോഹൻ സർവൻസിനോട് ലൈറ്റൊക്കെ ഓൺ ചെയ്തിടാനായി പറഞ്ഞു. കർട്ടനൊക്കെ എപ്പോഴും തുറന്നിടാനായി ആവശ്യപ്പെട്ടു. അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ കനിയുടെ 16-ാം അടിയന്തരവും കഴിഞ്ഞിരിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചെന്ന് കരുതി റോഹൻ വീട്ടിലൊരു പാർട്ടി അറേഞ്ച് ചെയ്യുകയും കനിയുടെ അനിയനെ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞ് റോഹൻ കുറച്ച് ക്യാഷ് അവൻ അയച്ചു കൊടുക്കാൻ നോക്കിയതും എന്നെ കണ്ടാൽ ഹെൽപ്പ് വേണ്ട പയ്യനെ പോലെ തോന്നുന്നുണ്ടെന്ന് ചോദിച്ച് കിരൺ റോഹനോട് വഴക്കുണ്ടാക്കാനായി തുടങ്ങി. നീ ഒന്ന് ചില്ലായിക്കോട്ടെ എന്ന് കരുതിയാ എന്ന് റോഹൻ പറയാൻ തുടങ്ങിയതും അവൾ കിണറ്റിൽ ചാടിയതിന് ഞാനെന്ത് ചെയ്യാനാ എന്നും പറഞ്ഞ് വളരെ ദേഷ്യപ്പെട്ട് കിരൺ അവിടെ നിന്ന് ഇറങ്ങി പോകാനായി തുടങ്ങിയതും റോഹൻ അവനെ തടഞ്ഞു. സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് കിരൺ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. അവൻ ഉറക്കെ കരയാനായി തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പ്രാന്ത് പിടിച്ച റോഹൻ തിരിഞ്ഞു നിന്ന് ഗ്ലാസ്സിലേക്ക് മദ്യം ഒഴിക്കുന്ന സമയത്താണ് വീണ്ടും ആ ചിലങ്കയുടെ ശബ്ദം അവൻ കേൾക്കുന്നത്. എന്നാൽ ഇത്തവണ ആ ശബ്ദം കിരണിനെ ഫോളോ ചെയ്തു പോവുകയാണെന്ന് റോഹന് മനസ്സിലാവുകയും റോഹൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും കിരണിനെ തൂക്കിയെടുത്ത് ആ അദൃശ്യശക്തി താഴേക്കിട്ടു. റോഹൻ ഓടിച്ചെന്ന് കിരണിനെ പിടിച്ച് രക്ഷിക്കാനായി ശ്രമിച്ചെങ്കിലും അവൻ്റെ തല ചുമരിലിട്ട് നല്ലപോലെ ഇടിക്കുകയാണ്. റോഹൻ്റെ കൈവിട്ട് കിരണിൻ്റെ ബോഡി താഴേക്ക് വീണു. അവൻ്റെ കാല് രണ്ടും അടർന്നു വീഴുന്ന ഒരവസ്ഥയിലായിരുന്നു. ഗുരുതരമായ പരിക്കുകളോടുകൂടി കിരണിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. കുടിച്ചിലൊക്കെ കേട്ട് ടെറസിൽ നിന്നും താഴേക്ക് വീണതാണ് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ ആകെ അപ്സെറ്റായ റോഹൻ വീട്ടിലിരുന്ന് കനിയുടെ ക്ലിപ്പെടുത്ത് ശബ്ദമുണ്ടാക്കാനായി തുടങ്ങി. അതേ നേരത്ത് വീട്ടിലെ ലൈറ്റൊക്കെ ഓഫാവുകയും വീണ്ടും ചിലങ്കയുടെ ശബ്ദം കേൾക്കാനായി തുടങ്ങി. വളരെ പേടിയോടെയാണെങ്കിലും റോഹൻ ആ ശബ്ദം ഫോളോ ചെയ്ത് നടന്നു. കുറച്ചു നേരത്തിന് ശേഷം റോഹനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവൻ ആ കാഴ്ച കാണുകയാണ്. ഒരാണിൻ്റെ രൂപം. അതെ, അത് കനിയല്ല. ആ രൂപം റോഹൻ്റെ മുന്നിലൂടെ നടന്നു നീങ്ങി. അതാരാവും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു റോഹൻ. അവനുടനെ തന്നെ പോറ്റിയെ വിളിച്ച് കാര്യം പറയുകയും കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലായതുകൊണ്ട് തന്നെ പോറ്റി റോഹൻ്റെ വീട്ടിലേക്ക് വരികയും ചെയ്തു. അവിടെ വെച്ചാണ് കനിയുടെ വീട്ടിൽ നിന്നും ക്ലിപ്പ് എടുത്ത കാര്യം റോഹൻ അയാളോട് പറയുന്നത്. എല്ലാത്തിൻ്റെയും തുടക്കം ചിലപ്പോൾ അതിൽ നിന്നുമാവാം. ആഴത്തിലുള്ള പകയോ ആഗ്രഹമോ കൊണ്ട് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോവില്ല. അവർ ഉപയോഗിച്ച പല വസ്തുക്കളിലും അവരുടെ സാന്നിധ്യം ഉണ്ടാവും. അതെല്ലാം അവരെ ഇവിടെ പിടിച്ചു നിർത്തും. ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ അത് കനിയല്ലെങ്കിൽ അവളുടെ എല്ലാം മറ്റൊരാൾക്ക് കൂടി അവകാശപ്പെട്ടതാവാം. നിങ്ങൾ അന്ന് കനിയുടെ വീട്ടിൽ പോയതും ആ ക്ലിപ്പ് എടുത്തതും എല്ലാം അയാൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാവും അയാൾ നിങ്ങളെ ഫോളോ ചെയ്ത് വന്നത്. പക്ഷേ അയാൾ എന്തിനാണ് തന്നെ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു റോഹൻ. അങ്ങനെ അയാളെ കണ്ടുപിടിക്കുന്നതിനായി റോഹനും മധുസൂദനും കൂടി ഇറങ്ങുകയാണ്. തുടങ്ങിയെടുത്ത് വെച്ച് തന്നെ അന്വേഷണം ആരംഭിക്കാൻ അവർ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ആദ്യം കനിയുടെ വീട്ടിലേക്ക് തന്നെയായിരുന്നു പോയത്. കനിയുടെ വീട്ടിലെത്തി അവൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ നോക്കിയപ്പോൾ അവളുടെ ചിലങ്ക മിസ്സിംഗ് ആണെന്ന് അവർക്ക് മനസ്സിലായി. അതെടുത്ത ആള് തന്നെയാവും ഇതിന്റെ പിന്നിലെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. കനിയുടെ റൂമിലെ ജനാലയിലൂടെ കനിയുടെ വീട്ടിലെ സെർവൻ്റായ എൽസമ്മയുടെ വീട് കാണാമായിരുന്നു. എൽസമ്മയ്ക്കൊരു മകനുണ്ട്, മനു എന്നാണ് പേര്. ആള് ഗൾഫിലാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ എൽസമ്മയെ പോലുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞ് മധുസൂദനൻ റോഹനെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോയി. കനിയെ കാണാൻ ആൺ സുഹൃത്തുക്കൾ ആരെങ്കിലും വരാറുണ്ടായിരുന്നോ എന്ന് മധുസൂദനൻ ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവളൊരു പാവം കുട്ടിയാണ്. അവരുടെ കുടുംബത്തിന് എന്തോ ശാപം ഉണ്ടെന്ന് തോന്നുന്നു. കാണുന്നില്ലേ, ഇളയ മകനും ഇപ്പോൾ അതേ അവസ്ഥയിലായില്ലേ എന്ന് പറഞ്ഞ് എൽസമ്മ അകത്തേക്ക് പോയി. തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയ റോഹനും ജോലിക്കാരോടൊക്കെ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞ് അവന് തൽക്കാലത്തേക്ക് താമസം മാറി. പോറ്റി ആ നേരത്ത് ആ ആത്മാവ് ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പോറ്റിക്കും ആ കാര്യം ഫീൽ ചെയ്യുന്നുണ്ട്. റോഹൻ തിരിച്ച് അമേരിക്കയിൽ വരാത്തതുകൊണ്ട് അവൻ്റെ അമ്മയും അച്ഛനും വിളിച്ച് ശല്യപ്പെടുത്തുകയാണ്. പക്ഷെ ഇത് സോൾവ് ചെയ്യാതെ പോയാൽ താൻ എവിടെയായാലും ഇത് സംഭവിക്കുമെന്ന് റോഹൻ ഉറപ്പായിരുന്നു. അങ്ങനെ രാത്രിയായ സമയത്ത് പോറ്റിയെ പിന്തുടർന്ന് ആ ആത്മാവ് പോറ്റിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അടച്ചിട്ട് ജനാല പതിയെ തുറക്കുന്നു. കസേര ആരോ വലിക്കുന്നു. പേടിച്ചുപോയ പോറ്റി ഓടി പൂജാമുറിയിലേക്ക് കയറി. വളരെ പേടിയോടെ വിളക്ക് തെളിയിക്കാനായി ശ്രമിച്ചു.
ഇതേ നേരത്ത് പൂജാമുറിയുടെ ഡോറിൽ ആരോ ശക്തിയായി ഇടിക്കുന്നുണ്ടായിരുന്നു, തുറക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഭയപ്പെട്ടു പോയ പോറ്റി എങ്ങനെയൊക്കെയോ വിളക്ക് തെളിച്ചു. കുറേ നേരം അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നു. അതിനുശേഷം ആത്മാവ് പോയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഓടി കിച്ചണിലേക്ക് പോയി കുറച്ച് കല്ലുപ്പെടുത്ത് തൻ്റെ ദേഹത്തും നിലത്തൊക്കെ വാരി വിതറുകയാണ്. ഉപ്പ് വിതറിക്കഴിഞ്ഞാൽ ആത്മാക്കൾ അടുത്തേക്ക് വരില്ലെന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് പോറ്റി അങ്ങനെ ചെയ്തത്. ശേഷം തൻ്റെ അമ്മ സേഫ് അല്ലേ എന്ന് ഉറപ്പുവരുത്തി. അങ്ങനെ നേരം പുലർന്നു. പോറ്റി ഇതിൽ നിന്നും പിന്മാറാൻ തയ്യാറായിരുന്നില്ല. പോറ്റി റോഹനെയും കൂട്ടി കനി ഡാൻസ് പഠിച്ചിരുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോയി. അവിടെ എത്തി അവളുടെ കൂട്ടുകാരിയെ കണ്ട്, ഇവിടെ മെയിൽ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ, അതേപോലെ കനിക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന കാര്യം അറിയാവോ എന്ന് ചോദിച്ചു. അതിനൊക്കെ അവൾക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ പെൺകുട്ടിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഒരു 7-8 മാസത്തിന് മുന്നേ മെലിന് ചുരുണ്ട മുടിയൊക്കെ ഉള്ള ഒരാൾ അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് ഞാനും കനിയും ബസ് കാത്തു നിൽക്കുമ്പോൾ മഴ പെയ്തു. നനയാതിരിക്കാൻ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് കയറി നിന്നത്. അതിൻ്റെ മുകളിലൊരു ഫോട്ടോസ്റ്റാറ്റ് കടയുണ്ടായിരുന്നു. അവിടെ നിന്നൊരാൾ കനിയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്ഥിരമായി അയാളെ കാണാറുണ്ട്, അയാൾ കനിയെ തന്നെ നോക്കാറുണ്ട്. കൂടാതെ അവർ ആ ഡാൻസ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ വന്ന് നിന്ന് കനിയെ വല്ലാത്ത രീതിയിലൊക്കെ അയാൾ നോക്കുമായിരുന്നു. കംപ്ലൈൻറ്റ് ചെയ്യാമെന്ന് കൂട്ടുകാരി പറഞ്ഞെങ്കിലും കനി അതത്ര കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു വിട്ടു. അത് കേട്ട ഉടനെ തന്നെ അവർ രണ്ടുപേരും കൂടി ആ ഫോട്ടോസ്റ്റാറ്റ് കടയിലേക്ക് പോയി. കുറച്ചു നാൾ മുന്നേ ഇവിടെ ഒരു പയ്യൻ ജോലി ചെയ്തിരുന്നു. ഉണ്ടായിരുന്നു. അയാൾ കാണാൻ എങ്ങനെയായിരുന്നു? വെളുത്ത് മെലിഞ്ഞ് ചുരുണ്ട മുടിയൊക്കെ ഉള്ള ഒരാളാ. പേര് ഫിലിപ്പ്. ഫിലിപ്പിൻ്റെ അഡ്രസ്സും മറ്റു ഡീറ്റെയിൽസും ഒന്നും അയാൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അയാളുടെ ഫോൺ നമ്പറും കൂടാതെ സെൻറ്റ് ജോസഫ് പള്ളിയിലേക്ക് എന്ന് പറഞ്ഞ് കുറച്ച് പ്രിൻ്റ് ഔട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും അയാൾ അവർക്ക് നൽകി. ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും കോൾ പോകുന്നുണ്ടായിരുന്നില്ല. ഫിലിപ്പ് കുറച്ചു മാസത്തിന് മുന്നേ സൗദിയിലേക്ക് പോയെന്നാണ് അറിയാൻ പറ്റിയത് എന്നുകൂടി ആ കടക്കാരൻ പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് പോറ്റിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. അയാൾ പറഞ്ഞ അതേ സമയത്ത് തന്നെ ഇവിടുത്തെ ഒരു ഏജൻസി കുറച്ചു പേരെ സൗദിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എൽസമ്മയുടെ മകനായ മനു ഉണ്ടായിരുന്നു. അത് കേട്ട ഉടനെ തന്നെ റോഹൻ എൽസമ്മയുടെ വീട്ടിലേക്ക് മനുവിൻ്റെ നമ്പർ വാങ്ങാനായി പോയി. പോറ്റി ആ വചനങ്ങളുമായി സെൻറ്റ് ജോസഫ് ചർച്ചിലെ അച്ഛനെ കാണാനായും പോയി. അച്ഛനെ ആ വചനങ്ങൾ കാണിച്ചു കൊടുത്തു. എന്നാൽ അത് ബൈബിൾ വചനങ്ങളൊന്നും ആയിരുന്നില്ല. ഡിയസ് ഇറെ, അതൊരു ലാറ്റിൻ വാക്കാണ്. ക്രോധ ദിവസം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുമായി ബന്ധപ്പെട്ട സങ്കീർത്തനങ്ങളായിരുന്നു അത് മുഴുവൻ. 13-ാം നൂറ്റാണ്ടിലെ കത്തോലിക്ക ക്രിസ്ത്യൻ വിഭാഗത്തിൽ പ്രചരിച്ചിരുന്ന ഒരു സങ്കീർത്തനമായിരുന്നു അത്. മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് പാടുന്ന വചനങ്ങളായതുകൊണ്ട് തന്നെ അതെല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അവസാന വിധിയിൽ മരിച്ചവരെ പോലും ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരുടെ വിധി പറയുന്ന വചനങ്ങളായാണ് ഡിയസ് ഇറയെ വിശേഷിപ്പിക്കുന്നത്. ഫിലിപ്പ് ഈ പള്ളിയിലെ ലൈബ്രറിയിലെ എല്ലാ ബുക്കും വായിച്ചിട്ടുണ്ട്. അതിൽ നിന്നെങ്ങാനും എടുത്ത് എഴുതിയതാവൂ എന്നാണ് അച്ഛൻ പറയുന്നത്. ആ പള്ളിയിലെ കൊയറിലൊക്കെ പാടിയ ആളാണ് ഈ ഫിലിപ്പ്. അതുകൊണ്ട് തന്നെ ഫോട്ടോ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതേ നേരം റോഹൻ എൽസമ്മയുടെ വീട്ടിലേക്ക് എത്തുകയും മനുവിൻ്റെ നമ്പർ ചോദിക്കുകയും ചെയ്തു. എന്നാൽ അവൻ പല സമയത്തും പല നമ്പറിൽ നിന്നാണ് വിളിക്കാറ് എന്നാണ് എൽസമ്മ പറയുന്നത്. എന്നാൽ ആ ഏജന്റിൻ്റെ നമ്പർ മതി എന്ന് പറഞ്ഞതും എൽസമ്മ നോക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി. ആ സമയത്താണ് എന്തോ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച റോഹൻ കാണുന്നത്. അവൻ മെല്ലെ വീടിനുള്ളിലേക്ക് കയറി. ഇതേ നേരം അച്ഛൻ ഫിലിപ്പിന്റെ ഫോട്ടോ പോറ്റിക്ക് കാണിച്ചു കൊടുക്കുകയും ആ ഫോട്ടോ കണ്ട് പോറ്റി ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. മറുവശത്ത് റോഹൻ എൽസമ്മയുടെ വീട്ടിൽ കണ്ടത് പള്ളിയിൽ നിന്നും മൊമന്റോ വാങ്ങി നിൽക്കുന്ന ഫിലിപ്പിന്റെ ഫോട്ടോ ആയിരുന്നു. അതെ, മനു തന്നെയാണ് ഫിലിപ്പ്. അത് മനസ്സിലായതോടുകൂടി എന്തൊക്കെയോ സംശയം തോന്നിയ റോഹൻ എൽസമ്മ കാണാതെ വീടിനുള്ളിലേക്ക് കയറി. അവിടെ അടച്ചിട്ടിരുന്നൊരു മുറി അവൻ ശ്രദ്ധിച്ചു. പതിയെ അവൻ ഡോറ് തുറന്നതും ആ ശബ്ദം എൽസമ്മയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അടച്ചിട്ടിരുന്ന ആ മുറിയിലേക്ക് വളരെ പേടിയോടെയും കൗതുകത്തോടെയും കൂടി റോഹൻ കയറി. എന്നാൽ അവൻ അതിനുള്ളിൽ കണ്ട കാഴ്ച വളരെ വികൃതമായിരുന്നു. വല കൊണ്ട് മൂടിയ ഒരു ബെഡിനുള്ളിൽ പുതപ്പ് കൊണ്ട് എന്തോ മറച്ചു വെച്ചിട്ടുണ്ട്. അവൻ പതിയെ അത് നീക്കി നോക്കി. ഒരുപാട് പഴക്കമുള്ള ഒരു അഴുകിയ മൃതശരീരമായിരുന്നു അത്. അതിന്റെ കാലുകളിൽ കനിയുടെ ചിലങ്ക ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഭിത്തി നിറയെ എന്തൊക്കെയോ വചനങ്ങൾ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ആകെ ഭയപ്പെട്ടു പോയ റോഹന്റെ പിന്നിലായി എൽസമ്മ വന്ന് ഒരു വടിയെടുത്ത് ശക്തിയായി അവന്റെ തലക്കടിക്കുകയും റോഹൻ ബോധം കെട്ട് വീഴുകയും ചെയ്തു. അതിനുശേഷം എൽസമ്മ ആ ബോഡിയുടെ അടുത്ത് നിന്ന് എന്തൊക്കെയോ ചൊല്ലുകയാണ്. കുറെ നേരത്തിന് ശേഷം റോഹന് ചെറുതായി ബോധം വന്നെന്ന് മനസ്സിലാക്കിയ എൽസമ്മ പറയുകയാണ്, എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ മകനെ തേടി ആരെങ്കിലും വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അത് നീ ആവുമെന്ന് കരുതിയില്ല. ഫിലിപ്പിന് കനിയെ ഇഷ്ടമായിരുന്നു. ജനാലയിലൂടെ എന്നും അവൻ കനിയെ നോക്കിയിരിക്കുമായിരുന്നു. മരിക്കുന്നതിന് മുന്നേ അവനൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മരിച്ചു കഴിഞ്ഞാലും അവൻ്റെ ഒരു ശീലങ്ങളും തെറ്റരുത്. ഇങ്ങനെ വചനങ്ങളും വായിച്ചു കേട്ട് ജനാലയ്ക്കരികെ കനിയെ നോക്കിയിരിക്കണം. അതിന് ആ അമ്മ ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. ശ്വാസകോശ ക്യാൻസർ വന്നാണ് ഫിലിപ്പ് മരണപ്പെടുന്നത്. വയ്യാതെ കിടക്കുന്ന സമയത്ത് ഫിലിപ്പിന് വേണ്ടി അമ്മയാണ് കനിയുടെ വീട്ടിൽ നിന്നും അവളുടെ മാലയും കമ്മലും ക്ലിപ്പും അവൾ വലിച്ചേർന്ന ബസ് ടിക്കറ്റ് പോലും എടുത്തുകൊണ്ട് കൊടുക്കുന്നത്.
അവസാന കാലത്ത് കനിയുടെ ചിലങ്ക മോഷ്ടിച്ചു കൊണ്ടുവന്ന് അമ്മയാണ് ഫിലിപ്പിന്റെ കാലിലേക്ക് കെട്ടിക്കൊടുക്കുന്നത്. അന്ന് അവന്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അവൻ അങ്ങനെയാ, അവൻ എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ തന്നെയായിരിക്കും. പക്ഷേ അവളോട് ഇഷ്ടം തുറന്നു പറയാനുള്ള ധൈര്യമൊന്നും ഫിലിപ്പിന് ഉണ്ടായിരുന്നില്ല. കനിയെ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ അത് ഫിലിപ്പിന് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അവൻ എങ്ങോട്ടും പോയിട്ടില്ല എന്ന് തന്നെയാണ് എൽസമ്മ വിശ്വസിക്കുന്നത്. അവൻ്റെ ആത്മാവിനെ ഞാൻ ദൈവത്തിന് പോലും വിട്ടുകൊടുത്തിട്ടില്ല, പിന്നെയാണു നിനക്ക് എന്ന് പറഞ്ഞ് എൽസമ്മ റോഹനെ കൊന്നു കുഴിച്ചു മൂടാനുള്ള കുഴിയുണ്ടാക്കാനായി തുടങ്ങി. എന്നാൽ അതേ നേരത്താണ് പോറ്റി റോഹനെ അന്വേഷിച്ച് ആ വീട്ടിലേക്ക് എത്തുന്നത്. റോഹന്റെ വണ്ടി പുറത്ത് കണ്ടതുകൊണ്ട് തന്നെ അവൻ ഉള്ളിലുണ്ടാകുമെന്ന് കരുതി ഉള്ളിലേക്ക് കയറാൻ നോക്കുമ്പോഴാണ് എൽസമ്മ എന്തോ ഒരു രീതിയിൽ ഒരു കുഴി കുഴിക്കുന്നത് അയാൾ കാണുന്നത്. അസാധാരണമായതെന്തോ ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പോറ്റി ശബ്ദമുണ്ടാക്കാതെ വീടിനുള്ളിലേക്ക് കയറി. ബോധം കെട്ടി കിടക്കുന്ന റോഹനെ കണ്ട പോറ്റി ഉടനെ തന്നെ അവനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റ ഉടനെ റോഹൻ ആ കട്ടിലിൽ കിടക്കുന്ന മൃതദേഹമാണ് കാണിച്ചു കൊടുത്തത്. അത് കണ്ട് പോറ്റി ഒന്ന് ഭയപ്പെട്ടു. അതിന്റെ കാലിലെ ചിലങ്ക കണ്ടതും അതാണ് ആ ആത്മാവിനെ അവിടെ പിടിച്ചു നിർത്തുന്നതെന്ന് പോറ്റിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഉടനെ തന്നെ അത് അഴിച്ചു മാറ്റാനായി ശ്രമിച്ചു. എന്നാൽ പഴകിയതുകൊണ്ട് തന്നെ അത് അത്ര ഈസി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാനായി റോഹൻ കിച്ചണിലേക്ക് പോയി. അതേ നേരം പോറ്റി കാലിലെ ചിലങ്ക അഴിക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ റൂമിലെ ലൈറ്റ് ഓഫ് ആവുകയും ആ റൂമിന്റെ കതക് അടയുകയും ചെയ്തു. പോറ്റി വളരെ പേടിയോടുകൂടി കതക് തുറക്കാനായി ശ്രമിച്ചെങ്കിലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതേ നേരം എൽസമ്മയ്ക്ക് റോഹന് ബോധം വന്നെന്നുള്ള കാര്യം മനസ്സിലാവുകയും ഒരു മഴവുമായി ഓടി വന്ന് അവർ റോഹനെ വെട്ടാനായി ശ്രമിച്ചു. ഒരു വിധത്തിലാണ് റോഹൻ രക്ഷപ്പെട്ടത്. അവർ കയ്യിൽ കിട്ടിയ പാത്രവും അതും ഇതുമൊക്കെ എടുത്ത് റോഹനെ ഒരുപാട് ഉപദ്രവിച്ചു. വേദന സഹിക്കാൻ വയ്യാതായപ്പോൾ അവൻ ആ സ്ത്രീയെ ആഞ്ഞു തള്ളുകയും ഭിത്തിയിൽ തലയിടിക്കുകയും അവരുടെ ബോധം പോവുകയും ചെയ്തു. അവൻ ഉടനെ തന്നെ കയ്യിൽ കിട്ടിയ വെട്ടുകത്തിയുമായി ആ റൂമിലേക്ക് ഓടി. റൂമിന്റെ കതക് ഒരു വിധത്തിൽ ചവിട്ടി തുറന്ന് ഉള്ളിലേക്ക് കയറിയപ്പോൾ ജീവന് വേണ്ടി പിടയുന്ന പോറ്റിയാണ് കാണുന്നത്. പോറ്റിയുടെ കഴുത്ത് ആരോ ഞെരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. കലി വന്ന റോഹൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ആ മൃതദേഹത്തിന്റെ ചിലങ്കയിട്ട് കാൽപാദം അടക്കം വെട്ടിമാറ്റി. പോറ്റി രക്ഷപ്പെടുകയും റോഹൻ ആ കാൽപാദം എണ്ണയൊഴിച്ച് കത്തിക്കുകയും അതേ നേരം ബോധം വന്ന എൽസമ്മ ആ കാഴ്ച കണ്ട് അലറിക്കരയുകയും ചെയ്തു. ആത്മാവ് ഉടനെ തന്നെ ആ വീട് വിട്ടുപോയി. റോഹൻ പോറ്റിയെയും കൂട്ടി വീടിന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും വീട് ഫുള്ളായി കത്താനായി തുടങ്ങിയിരുന്നു. എൽസമ്മ കൂടി ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ റോഹൻ എൽസമ്മയെ കൂടി രക്ഷപ്പെടുത്തുകയാണ്. കനി മരണപ്പെട്ടത് താൻ കാരണക്കാരനാണല്ലോ എന്നുള്ള കുറ്റബോധം റോഹനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം റോഹൻ അതിന് തയ്യാറായത്. അവിടെ സീൻ കട്ടായി. ശേഷം കാണിക്കുന്നത് മധുസൂദനൻ പോറ്റിയെ അന്വേഷിച്ചു വരുന്ന ജോർജ് എന്നൊരാളെ കാണിച്ചുകൊണ്ടാണ്. ആള് വന്നത് പോറ്റിയുടെ അച്ഛനെ അന്വേഷിച്ചായിരുന്നു. പോറ്റിയുടെ അച്ഛൻ ഈ പ്രേതഭൂതാദികളെയൊക്കെ ഒഴിപ്പിക്കുന്നതിൽ പേര് കേട്ട ആളായിരുന്നു. ആള് മരണപ്പെട്ടത് അറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ അയാൾ മകനെ അന്വേഷിച്ചു വന്നത്. നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാറുണ്ടോ? എൻ്റെ പരിചയത്തിലുള്ള ഒരു അമ്മയും മകനും ഉണ്ട്. അവർ താമസിച്ചിരുന്ന വാടക വീട്ടിൽ അമാനുഷികമായ പല സംഭവങ്ങളും നടക്കുകയാണ്. ആ വീടിപ്പോൾ വാടക കൊടുക്കാനോ വിൽക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് അതിൻ്റെ ഓണർ. നിങ്ങൾ അവിടെ വരെ വന്നൊന്ന് നോക്കാവോ? എന്നാൽ ഇതിലൊന്നും ഒട്ടും താല്പര്യമില്ലാതിരുന്ന പോറ്റി വളരെ കോൺഫിഡൻസോടുകൂടിയും സന്തോഷത്തോടു കൂടിയും അതിന് ഓക്കെ പറയുകയാണ്. ഭൂതകാലം എന്ന രാഹുൽ സദാശിവന്റെ മറ്റൊരു മൂവി കണ്ടവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സീനാണിത്. അതിലെ അമ്മയും മകനെയും പറ്റിയാണ് ജോർജ് ഇപ്പോൾ പറയുന്നത്. ജോർജ് പോയതിനു ശേഷം അവിടേക്ക് റോഹൻ വരികയാണ്. റോഹൻ നാളെ USA പോവുകയാണ്. പോറ്റിയെ കണ്ടൊരു താങ്ക്സ് പറയാനും കൂടാതെ യാത്ര പറയാനും കൂടിയാണ് റോഹൻ വന്നിരിക്കുന്നത്. കൂടാതെ കിരണിനെ കാണാനായി ഹോസ്പിറ്റലിൽ പോയിരുന്നു. ആളിപ്പോൾ റിക്കവറായി വരുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത കൂടി പോറ്റി അറിയിച്ചു. എൽസമ്മയെ പറ്റി അന്വേഷിച്ചപ്പോൾ ആളുടെ ആങ്ങള വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് റോഹൻ വളരെ സമാധാനത്തോടെ റൂമിലേക്ക് തിരിച്ചു വന്നു. എയർപോർട്ടിലേക്ക് പോകാൻ റെഡിയാവുകയായിരുന്നു. എന്നാൽ ആ നേരത്താണ് റോഹനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ആ ശബ്ദം റോഹൻ കേൾക്കുന്നത്. അതെ, ചിലങ്കയിട്ട് ആരോ നടക്കുന്ന ശബ്ദം അവൻ വീണ്ടും കേട്ടു. വളരെ പേടിയോടുകൂടിയും കൗതുകത്തോടും കൂടി അവൻ ആ ശബ്ദത്തെ ഫോളോ ചെയ്തു പോയി. അത് റോഹന്റെ റൂമിൽ നിന്നായിരുന്നു. റോഹന്റെ ബെഡിൽ കനിയുടെ ക്ലിപ്പ് കാണാമായിരുന്നു. എന്നാൽ ആ ക്ലിപ്പ് റോഹൻ ഫിലിപ്പിനെ പറ്റി അന്വേഷിച്ചു തുടങ്ങിയ സമയത്ത് കനിയുടെ വീട്ടിൽ നിന്നാണല്ലോ തുടങ്ങിയത്. അന്ന് അവളുടെ റൂമിൽ കയറിയ സമയത്ത് ആ ക്ലിപ്പ് അവിടെ തിരിച്ചു വച്ചിരുന്നു. എന്നാൽ ആ ക്ലിപ്പ് ഇപ്പോൾ എങ്ങനെ അവിടെ വന്നു? മാത്രമല്ല റോഹന്റെ പുതപ്പിനടിയിൽ നിന്നും ഒരനക്കം അവന് കാണാൻ പറ്റി. അതിൻ്റെ ഉള്ളിൽ ആരോ ഉണ്ടെന്ന് തോന്നിയ റോഹൻ പുതപ്പ് മെല്ലെ മെല്ലെ വലിക്കാനായി തുടങ്ങി. എന്നാൽ ആ പുതപ്പ് മൂടി ഒരാൾ ഇരിക്കുന്നത് പോലെയുള്ള കാഴ്ചയാണ് റോഹന് കാണാനായി സാധിച്ചത്. ഫിലിപ്പിന്റെ ആത്മാവ് ഇനിയും തന്നെ വിട്ടു പോയില്ലേ? വളരെ പേടിയോടുകൂടി റോഹൻ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ സ്വരത്തിൽ വളരെ സ്നേഹത്തോടെ റോഹൻ എന്ന് വിളിക്കുന്നത്. ആ വിളി കേട്ടതും കനിയുടെ ആത്മാവ് ഇനിയും തന്നെ വിട്ടു പോയില്ലേ എന്നുള്ള സങ്കടത്തിലും ദേഷ്യത്തിലും അത്ഭുതത്തോടെയും നിൽക്കുന്ന റോഹനെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ അവസാനിപ്പിക്കുന്നത്.
ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചാണ് ഈ മൂവിയുടെ അവസാനിപ്പിക്കുന്നത്. മേ ബി ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇന്നത്തെ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള നല്ല നല്ല സ്റ്റോറീസ് കേൾക്കുന്നതിനായി മല്ലു വോയിസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.